നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി കാലങ്ങളിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ കാണാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ടോ? അതുപോലെ ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശവും എന്തുമാത്രം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ ഒരു കാരണമാണ് ലൈറ്റ് പൊല്യൂഷൻ. ഈ വീഡിയോയിൽ ഞാൻ ലൈറ്റ് പൊല്യൂഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് അത് നമുക്ക് ഉണ്ടാക്കുന്ന എഫക്റ്റ്, അതുപോലെ അത് മറ്റ് ജീവജാലങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്താണ് ലൈറ്റ് പൊല്യൂഷൻ? ലൈറ്റ് പൊല്യൂഷൻ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു പ്രവൃത്തിയാണ്. അത് മെയിനായിട്ട് ഉണ്ടാകുന്നത് എക്സസ് ആയിട്ടുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ നൈറ്റ് സ്കൈ ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥേനെയാണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഏതാനും കിലോമീറ്റർ ദൂരം നിന്ന് വരെ നമുക്ക് ഈ ലൈറ്റ് പൊല്യൂഷൻ കാരണം അതിൻ്റെ എഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് വെറും ഒരു നോയ്സൻസ് മാത്രമല്ല, ഇത് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റുകൾ ഇല്ലാതിരുന്ന ഒരു കാലം എന്തുമാത്രം ഭംഗിയുള്ളതായിരുന്നു. അതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രകാശം കൂടുതൽ നോയ്സൻസിലേക്ക് എത്തിച്ചേരാനാണ് സാധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ് പൊല്യൂഷൻ്റെ എഫക്ട്സിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ലോകത്തെ പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാം ഒരു നാച്ചുറൽ റിതമുണ്ട്. ആ റിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ലൈറ്റ് പൊല്യൂഷൻ്റെ എഫക്ട്സുകൾ നമുക്കുണ്ടാകുന്നത്. ഇതുമൂലം നമുക്ക് എനർജി വേസ്റ്റേജ്, ക്ലൈമറ്റ് ചേഞ്ച്, അതുകൂടാതെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും കാണാൻ പറ്റുന്ന ആ വിസിബിലിറ്റി നഷ്ടപ്പെടുന്നുമുണ്ട്. അതുമാത്രമല്ല, ആലോചിച്ചു നോക്കൂ, നമ്മുടെ ബോഡിയുടെ ഒരു സർക്കേഡിയൻ റിതം തന്നെ ഇത് മാറ്റിമറിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇനി ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ് കൂടിയും ബിൽഡിങ്ങിൻ്റെ ലൈറ്റിങ്ങിനും അതുപോലെ ഇൻഡസ്ട്രിയൽ ലൈറ്റിംഗ് ആണ്. അതുമാത്രമല്ല, നമ്മുടെ വീടുകൾ തന്നെ ലൈറ്റ് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. നമ്മുടെ പോർച്ചുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറകുവശത്തുള്ള ലൈറ്റുകളൊക്കെ ഓണാക്കി ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് പൊല്യൂഷൻ എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. ലൈറ്റ് പൊല്യൂഷൻ ഇന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് ഒത്തിരി തരം മെത്തേഡുകളുണ്ട്. നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റിങ്, അതോടൊപ്പം സ്മാർട്ട് ലൈറ്റിംഗ് അല്ലെങ്കിൽ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ്, അതുപോലെ ലൈറ്റുകൾ ഡൗൺവേർഡ് ഫേസ് ചെയ്യുക, മുകളിലോട്ട് ഫേസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ നൈറ്റ് കർഫ്യൂ പോലത്തെ പോളിസീസ് കൊണ്ടുവരാറുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോട് തന്നെ ചെറിയ തോതിൽ നമുക്ക് ഈ ലൈറ്റ് പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ലൈറ്റ് പൊല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ ചെയ്യുന്നതോടെ നമുക്ക് നമ്മുടെ രാത്രികാലങ്ങളിൽ ആകാശത്തെ ഭംഗിപൂർവ്വമാക്കുകയും അതോടൊപ്പം തന്നെ ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ നമുക്കൊരു വ്യത്യാസം വരുത്താൻ സാധിക്കുകയും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഇരുട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.